കുറേ കാലമായിട്ട് കോഴിക്കോട് ബീച്ച് പോകുമ്പോൾ കാണുന്നതാണ് അതിൻ്റെ ഫ്രണ്ടിലുള്ള വണ്ടർ കാർണിവൽ. എന്നും കരുതും നാളെ കയറാൻ. അപ്പോൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോയപ്പോഴാണ് ബീച്ച് ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലുള്ള വലിയൊരു ഞാവൽപ്പഴത്തിൻ്റെ മരം കണ്ടത്. അപ്പോൾ അതും വേണ്ടി നിറച്ച് പഴം ഉണ്ടായിരുന്നു. അപ്പം നടന്ന് ഞങ്ങൾ ഏറെക്കുറെ അവിടെ എത്തിയപ്പോഴാണ് അത് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഓരൊക്കെ പെട്ടിയും പൂട്ടി പോയിട്ടുണ്ട്. അപ്പം എന്തായാലും വന്നതാണല്ലോ, എന്നാൽ പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങിയിരുന്നുകൊണ്ട് ഞങ്ങൾ ബീച്ചിലിറങ്ങി. അപ്പം ഇങ്ങനെ പോയപ്പോഴാണ് ഉപ്പിലിട്ട കണ്ടത്. ഉപ്പിലിട്ട കണ്ടാൽ പിന്നെ എൻ്റെ കൺട്രോൾ പോകും. അപ്പോൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു കടയിലേക്ക് ചെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഒരു മാങ്ങ എടുത്ത്. എനിക്ക് ഉപ്പിലിട്ടയിൽ ഏറ്റവും ഇഷ്ടം മാങ്ങയാണ്. അവിടെ പിന്നെ മാങ്ങയും നെല്ലിക്കയും പേരക്കയും ക്യാരറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇവിടെ ഒരു പീസിന് 5 രൂപ ഉള്ളായിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലാത്തിനും 10 രൂപ ആയിക്കണ്. പിന്നെ അവിടെ ചൊരണ്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. മാങ്ങ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ലോണം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം ബീച്ചൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ ഇരുട്ടായപ്പോഴാണ് ഇടിമിന്നലൊക്കെ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം സൗത്ത് ബീച്ചിൽ ഇടിമിന്നലേറ്റാണ്ട് 7 ആൾക്കാർക്ക് പരിക്കേറ്റിരുന്നു എന്നൊക്കെ കേട്ടിരുന്നു. എന്നാൽ പിന്നെ റിസ്ക് എടുക്കണ്ട, പോവാന്ന് കരുതിയാണ്ട് ഞങ്ങളിങ്ങനെ നിന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.